അത്ഭുതപ്പെടുത്തുന്ന ജീവിവർഗങ്ങളെന്ന് വേണമെങ്കിൽ സ്രാവുകളെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. ആളെക്കൊല്ലി പരിവേഷം ചില ഹോളിവുഡ് സിനിമകൾ സ്രാവുകൾക്ക് നൽകിയിട്ടുമുണ്ട്. 20 മുതൽ 30 വർഷങ്ങളാണ് സാധാരണ സ്രാവുകളുടെ ശരാശരി ആയുസ്. എന്നാൽ അത്ഭുതപൂർവമായ ആയുസ്സുള്ളവയാണ് ഗ്രീൻലാൻഡ് സ്രാവുകൾ. ഇവയുടെ ദൈർഘ്യമേറിയ ആയുസ്സിനെ പറ്റി മുൻപ് ഗവേഷകർക്ക് സംശയങ്ങളുണ്ടായിരുന്നു. എന്നാൽ കണ്ടെത്തിയ വിവരങ്ങൾ ഏവരെയും ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു. 250 വർഷം മുതൽ ആയുർദൈർഘ്യമുള്ള ഈ സ്രാവുകളിൽ പലതും നിലവിൽ 500 വർഷം വരെ പിന്നിട്ടവരാണ്. നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫറിക് അഡ്മിനിസ്ട്രേഷന്റെ വെബ്സൈറ്റിലാണ് ഇത് സംബന്ധിച്ച് വിവരങ്ങളുള്ളത്. കാർബൺ ഡേറ്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഗ്രീൻലാൻഡ് സ്രാവുകളുടെ ആയുസ് കണക്കാക്കിയിരിക്കുന്നത്. ജനനത്തിനു മുൻപേ ഗ്രീൻലാൻഡ് സ്രാവുകളുടെ കണ്ണിൽ പ്രോട്ടീനുകളുടെ സാന്നിധ്യമുണ്ടാകും. ഈ പ്രോട്ടീനുകളുടെ സഹായത്താലാണ് കാർബൺ ഡേറ്റിംഗ് വഴി ഇവയുടെ ആയുസ് കണക്കാക്കിയത്. വളരെ കുറഞ്ഞ വളർച്ചാശേഷിയുള്ള വിഭാഗക്കാർ കൂടെയാണ് ഗ്രീൻലാൻഡ് സ്രാവുകൾ. പ്രതിവർഷം 1 സെന്റിമീറ്റർ എന്ന തോതിലാണ് വളർച്ച. അതിനാലാണ് സാധാരണയായി 6 മീറ്റർ വരെ അളവിൽ സ്രാവുകളെ കണ്ടെത്താറുള്ളത്. അബദ്ധത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ കുടുങ്ങിയ ഗ്രീൻലാൻഡ് സ്രാവിലാണ് പഠനങ്ങൾ നടത്തിയത്. 5 മീറ്ററോളം വലിപ്പമുള്ള പെൺ ഗ്രീൻലാൻഡ് സ്രാവാണ് ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും വലിപ്പമേറിയത്. 272 മുതൽ 512 വരെ ആയുസാണ് ഇതിന് കണക്കാക്കിയിരിക്കുന്നത്. കൃത്യമായ അളവുകൾ കാർബൺ ഡേറ്റിംഗ് വഴി ലഭ്യമാകണമെന്നില്ല. എന്നാൽ ഭാവിയിൽ ഇവയുടെ യഥാർത്ഥ ആയുസ് കണ്ടെത്താമെന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോഴും ഗവേഷകർ ഉള്ളത്. എന്നിരുന്നാലും ഏറ്റവും കുറഞ്ഞ അളവിൽ പോലും 272 വയസ്സിന്റെ ആയുസ് ഗ്രീൻലാൻഡ് സ്രാവുകൾക്ക് കണക്കാക്കപ്പെടുന്നു. നട്ടലുള്ള ജീവിവർഗത്തിലെ ഏറ്റവും ആയുസേറിയ ജീവിയാണ് ഗ്രീൻലാൻഡ് സ്രാവുകൾ. നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫറിക് അഡ്മിനിസ്ട്രേഷന്റെ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചുള്ള വാഹനത്തിലൂടെ 783 മീറ്റർ ആഴത്തിൽ ഗ്രീൻലാൻഡ് സ്രാവുകളെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ സാധാരണയായി 2200 മീറ്റർ വരെ ആഴത്തിൽ കണ്ടെത്തുന്ന ജീവിവിഭാഗം കൂടെയാണ് ഗ്രീൻലാൻഡ് സ്രാവുകൾ. ആർട്ടിക് മേഖലകളിലെ തണുപ്പേറിയ ജലത്തോട് പൊരുത്തപ്പെടാൻ കഴിവുള്ള ഏക വിഭാഗം കൂടെയാണ് ഗ്രീൻലാൻഡ് സ്രാവുകൾ. മണിക്കൂറിൽ 2.9 കിലോമീറ്റർ നീന്തുവാനേ ഇവയ്ക്ക് സാധിക്കൂ. 100 വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് ഇവ ലൈംഗികപരമായ കഴിവ് ആർജിക്കുന്നതായി കരുതപ്പെടുന്നത്. അതിനാൽ പ്രായമേറിയ സ്രാവുകളെ സമുദ്രത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നത് ആവാസ വ്യവസ്ഥയെ തന്നെ ബാധിച്ചേക്കാം. കോഡ് ലിവർ ഓയിലിനു വേണ്ടി ഇവ വ്യാപകമായി വേട്ടയാടപ്പെടുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അബദ്ധത്തിൽ വലയിൽ കുരുങ്ങുന്നത് പോലെയുള്ള സംഭവ വികാസങ്ങൾ ഇവയുടെ സംരക്ഷണം അനിവാര്യമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ആർട്ടിക് സമുദ്രത്തിൽ തുടങ്ങി നോർത്ത് അറ്റ്ലാന്റിക് വരെയുള്ള തണുപ്പേറിയ പ്രദേശങ്ങളിലാണ് ഭൂരിഭാഗം സ്രാവുകളെയും കാണാൻ സാധിക്കുക. 7 മീറ്റർ വരെ വലിപ്പം വയ്ക്കാൻ കഴിയുന്ന ഇവയ്ക്ക് 1025 കിലോഗ്രാം ഭാരമാണ് സാധാരണയായി കാണപ്പെടുക. പ്രത്യുൽപാദന രീതിയെപ്പറ്റിയുള്ള അധിക വിവരങ്ങൾ ഒന്നും തന്നെ ഗവേഷകർക്ക് ലഭ്യവുമല്ല. പെൺസ്രാവുകൾ 4 മീറ്റർ എത്തുമ്പോൾ ലൈംഗിക ശേഷി കൈവരിക്കുന്നതായി കരുതപ്പെടുന്നു. ഇതിന് 150 വർഷത്തോളമാണ് വേണ്ടിവരിക. മുട്ട വിരിയുന്നത് വരെ മുട്ട സ്വന്തം ശരീരത്തിൽ തന്നെയായിരിക്കും കരുതി വയ്ക്കുക. അപൂർവമായി മാത്രമായിരിക്കും മനുഷ്യരുടെ കൺമുന്നിൽ ഇവ വന്നുപെടുന്നത്. ചെറിയ സ്രാവുകൾ, ഈലുകൾ തുടങ്ങിയവയാണ് പ്രധാന ഭക്ഷണം. മനുഷ്യർക്ക് ഗ്രീൻലാൻഡ് സ്രാവുകൾ അപകടങ്ങളൊന്നും തന്നെ വരുത്തില്ലെന്നാണ് കരുതപ്പെടുന്നത്. 1859 മനുഷ്യനു നേരെ ആക്രമണം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ പട്ടിക പ്രകാരം വംശനാശ ഭീഷണി നേരിടുന്ന സ്രാവ് വിഭാഗം കൂടെയാണ് ഗ്രീൻലാൻഡ് സ്രാവുകൾ. 19ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതലാണ് വാണിജ്യപരമായി ഗ്രീൻലാൻഡ് സ്രാവുകളെ വേട്ടയാടാൻ തുടങ്ങിയത്. 1960 വരെ ഇത് തുടർന്നു. 1900ത്തിന്റെ ആരംഭത്തിൽ പ്രതിവർഷം ഏകദേശം 30,000 സ്രാവുകളെയാണ് പിടികൂടിയിരുന്നത്. എന്നാൽ നിലവിൽ ഇവയെ അധികമായി പിടികൂടുന്നില്ല. 100 പിടിക്കുമ്പോൾ മത്സ്യബന്ധന വലകളിൽ കുടുങ്ങുന്നത് 1200 എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ ഗവേഷകർ ആയുസ് മാത്രമല്ല സ്രാവുകളുടെ സ്വഭാവവും പഠിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. 400 വർഷക്കാലം ജീവിക്കുന്നതിനാൽ കടലിൽ തന്നെ ഇവ ഏറെ ദൂരം സഞ്ചരിച്ചിട്ടുമുണ്ടാകും. അത്തരത്തിൽ സഞ്ചാരം നടത്തുന്നുണ്ടെന്ന് തന്നെയാണ് സൂചനകൾ നൽകുന്നത്. കാരണം ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ മാറിയുള്ള സമുദ്രജീവികളുടെ ജനിതക സ്വഭാവം തന്നെ ഗ്രീൻലാൻഡ് സ്രാവുകളുടെ DNA-യിലും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവ ഇണചേരുന്നതും പ്രത്യുൽപാദനം നടത്തുന്നതും എവിടെയാണെന്ന കാര്യത്തിൽ ഗവേഷകർക്ക് ഇപ്പോഴും കൃത്യമായൊരു ഉത്തരമില്ല. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ അധികമാർക്കും എത്തിപ്പെടാനാകാത്ത ഇടുങ്ങിയ ഇടങ്ങളിലായിരിക്കാം പ്രത്യുൽപാദന പ്രക്രിയ നടക്കുന്നതെന്നാണ് നിഗമനം. മനുഷ്യന്റെ ചെയ്തികൾ എന്നു മുതലാണ് കടലിനെ ദുഷിപ്പിച്ചതെന്ന് മനസ്സിലാക്കാനും ഈ സ്രാവുകളുടെ പഠനത്തിലൂടെ സാധിക്കും. ഇതിന്റെ ശരീരകലകളും എല്ലുകളും ജനിതക ഡാറ്റയും പഠിക്കുന്നതിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. അങ്ങനെ പരിശോധിച്ചാൽ കണ്ടെത്താൻ പറ്റുന്ന 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, എന്നു മുതലാണ് കാലാവസ്ഥാ മാറ്റങ്ങൾ സമുദ്രത്തെ ബാധിച്ചു തുടങ്ങിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എങ്ങനെയാണ് വ്യാവസായിക മലിനീകരണത്തിന്റെ ഫലമായുള്ള വിവിധ രാസവസ്തുക്കൾ കടലിൽ കലർന്നു തുടങ്ങിയത് എന്നും മനസ്സിലാക്കാൻ പറ്റും. വിഷലിപ്തമായ രാസവസ്തു അടങ്ങിയിട്ടുള്ളതിനാൽ ഗ്രേ സ്രാവുകളുടെ മാംസം അത്ര കണ്ട് ഭക്ഷ്യയോഗ്യമല്ല. മറ്റ് സ്രാവുകളെ അപേക്ഷിച്ച് ഗ്രീൻലാൻഡ് സ്രാവുകളുടെ
ആയുസ് കൂടുന്നതിന് കാരണമായി ഇത്തരത്തിലുള്ള കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കാരണം ഭക്ഷ്യ ആവശ്യങ്ങൾക്കായുള്ള വേട്ടയാടൽ കുറയുന്നതോടുകൂടെ തന്നെ ഈ ജീവികൾക്ക് ജീവിക്കാനുള്ള അവസരവും കൂടുതൽ ലഭിക്കുന്നു എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കാനഡ മുതൽ നോർവേ വരെയുള്ള ഭാഗത്താണ് ഗ്രീൻലാൻഡ് സ്രാവുകൾ ഏറെയും കാണപ്പെടുന്നത്. ഇവയുടെ കൃത്യമായ എണ്ണം സംബന്ധിച്ചും കണക്കെടുപ്പ് നടത്താനൊരുങ്ങുകയാണ് നിലവിൽ ഗവേഷകർ.